നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതായത് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു മാനുവേൽ വണ്ടി എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വണ്ടി മുമ്പോട്ട് എടുക്കേണ്ടത്, വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ വാഹനം ഓടിക്കുന്ന ഒരാൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. കാരണം നിങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ വാഹനം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു വാഹനം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വാഹനം മുമ്പോട്ട് നീങ്ങുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിയുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വണ്ടി മുമ്പോട്ട് എടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഞാൻ ആദ്യം ആ വാഹനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇതാണ് ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്, അതുപോലെ തന്നെ ഇതാണ് ഗിയർ, അതുപോലെ തന്നെ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഹാൻഡ് ബ്രേക്ക്. അപ്പം നമ്മൾ ആദ്യം ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, ഈ സെൻട്രൽ കാണുന്ന ബ്രേക്കിൽ, ഇതാണ് ബ്രേക്ക്, ഈ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ആദ്യം സീറ്റൊക്കെ ക്ലിയർ ചെയ്യുക. ആ സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതാണ് ക്ലച്ച്. ലെഫ്റ്റ് കാലും കൊണ്ട് ചവിട്ടുക. ഈ ലെഫ്റ്റ് കാലും കൊണ്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം ഈ ഗിയർ കൈ കൊണ്ടെന്ന് ന്യൂട്രലാണോ എന്ന് നോക്കുക. അതായത് ന്യൂട്രലാണോ നോക്കേണ്ടത് മേപ്പോട്ടും താപ്പോട്ടും ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ മേപ്പോട്ടും താപ്പോട്ടും കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടുന്നത് അതാണ് ന്യൂട്രൽ. ഒരു കാരണവശാലും അല്ല അത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കരുത്. കാരണം ഇവിടെ ന്യൂട്രലായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രലായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രലായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അങ്ങേയറ്റവും ഇങ്ങേയറ്റത്ത് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കിട്ടുമ്പോൾ അത് ന്യൂട്രലാണെന്ന് മനസ്സിലാവും. ആ ന്യൂട്രൽ ആയതിനു ശേഷം ഈ ലെഫ്റ്റ് കാല് ചവിട്ടിയിരിക്കുന്നത്, അതായത് ക്ലച്ച്, ഈ ഒരു കാല് നിങ്ങൾ കാല് മാറ്റി താഴെ വേണേ വെക്കാം, അതുപോലെ തന്നെ ഈ മേളിൽ തന്നെ വേണേ വെക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം അപ്പോഴും നമ്മൾ ആ കയറി ഇരുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് കാല് നമ്മുടെ ബ്രേക്കിലാണ്. നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുന്ന സമയം വരെ ഒരു കാരണവശാലും ആ റൈറ്റ് കാല് ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങളുടെ കണ്ണ് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കാല് ഇവിടുന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാല് ഒരു കാരണവശാലും നിങ്ങളുടെ റൈറ്റ് കാല് ബ്രേക്കിൽ നിന്ന് കാല് മാറുവാനേ പാടില്ല. ഈ ബ്രേക്കിൽ നമ്മൾ വെച്ചിരിക്കുന്നത് വണ്ടി മുമ്പോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടിയുടെ ബ്രേക്കിൽ കാല് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം മാത്രം എല്ലാം നിങ്ങൾ ചെയ്യാവൂ. അപ്പോൾ ഈ ബ്രേക്ക് ഒരു കാരണവശാലും ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറരുത്. ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വേണം എല്ലാം ചെയ്യാൻ. ഇപ്പോൾ ഈ ന്യൂട്രൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, താക്കോല് തിരിക്കുക. ഇവിടെയാണ് താക്കോൽ ഇടുന്നത്. 1 തിരിച്ചു, 2 തിരിച്ചു, 3ാമത്തെ തിരികെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലും കാണുന്ന മിററുകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആക്കി വെക്കുക. നിങ്ങളുടെ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലല്ല നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം. അതായത് ഒരു വാഹനത്തിൻ്റെ നിങ്ങളിരിക്കുന്ന വാഹനത്തിൻ്റെ കാൽഭാഗം ബോഡി കാണുകയും 3/4 ഭാഗം ബാക്ക് സൈഡ് കാണത്തക്ക പോലും വേണം രീതിയിൽ വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ ആ ഇരിപ്പിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിററും ഈ ഒരു രീതിയിലും കൊണ്ട വയ്ക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലും നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ നിങ്ങൾ താത്തും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതുപോലെ പൊക്കിയും വെക്കാൻ പാടില്ല. ഇതുപോലെ പൊക്കി വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടുകയില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ബോഡിയുടെ സെൻറ്റർ ഭാഗമായിട്ട് വെച്ച് ഈ ഒരു രീതിയിൽ കാൽഭാഗം കണ്ടിട്ട് സെൻറ്റർ രീതിയിൽ ബോഡിയുടെ പകുതിയും ഗ്ലാസിൻ്റെ പകുതിയും തമ്മിൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് എടുക്കുക. ഇവിടെയാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോൾ നേരെ മേപ്പോട്ട് പൊക്കി ഇവിടെ പ്രസ് ചെയ്ത് നേരെ താത്ത് വയ്ക്കുക. അതുപോലെ ഇടുന്ന സമയത്ത് ഇവിടെ പ്രസ് ചെയ്യേണ്ട, നേരെ മേപ്പോട്ട് പൊക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എടുത്തു. ഹാൻഡ് ബ്രേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഈ ലെഫ്റ്റ് കാല് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ആരോ കാണാം, 1st, 2nd, 3rd, 4th, 5th, അതുപോലെ തന്നെ 6. അപ്പം ഈ ന്യൂട്രൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലാണ്. ഇതിൻ്റെ എല്ലാം സെൻറ്ററിൽ വന്ന് കിടക്കുന്നത് ഇവിടെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രലിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ല. അപ്പം ആദ്യം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വേണം വണ്ടി എടുക്കാൻ. അപ്പം നമ്മൾ ഈ ന്യൂട്രലിൽ നിന്ന് ഒരു കാരണം ഇങ്ങനെയല്ല ഫസ്റ്റ് നമ്മൾ ഇടേണ്ടത്, ഈ ഒരു ആരോ കിടക്കുന്ന രീതിയിൽ തന്നെ വേണം പോകാൻ. അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം നേരെ താപ്പോട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഗിയർ ഇടാൻ. നമ്മൾ കിടക്കുന്ന വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വേണം വണ്ടി എടുക്കാൻ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവന്ന് അതിന് ശേഷം എന്ത് ചെയ്തു, താപ്പോട്ട് തള്ളി ഫസ്റ്റ് ഇട്ടു.
ഈ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കാല് എവിടേക്ക് ഇരിക്കുന്നത്, ലെഫ്റ്റ് കാല് ക്ലച്ച് ഫുള്ളായിട്ട് അമർന്നു ഇരിക്കുന്നു, അതുപോലെ തന്നെ റൈറ്റ് കാല് ബ്രേക്കിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഈ രീതിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഗിയർ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും ഇപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും. ഇങ്ങനെ ഈ ഒരു രീതി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച മിറർ നോക്കുക. ഈ മിറർ നോക്കി വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇട്ടു. ഈ നമ്മുടെ സ്റ്റിയറിംഗിന്റെ താഴോട്ടിരിക്കുന്ന ഇതാണ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു രീതി താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ കാണാം. ഇൻഡിക്കേറ്റർ ഇട്ടു, വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ റൈറ്റ് കാല് മാറ്റി. ഈ റൈറ്റ് കാലം എന്തിനായിരിക്കുന്നത്, ബ്രേക്കിലാണ് ഇരിക്കുന്നത്. ഈ റൈറ്റ് കാല് മാറ്റിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. അപ്പം പതിയെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോകും. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു രീതിയിൽ എടുക്കരുത്. കാരണം ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കാൻ പതിയെ എടുക്കാൻ നോക്കരുത്. കയറ്റത്തിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിൽ ഒരു പകുതി കൊണ്ടുവരിക. അപ്പോൾ ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ആ വൈബ്രേഷൻ ആകുന്ന ആ ഒരു ഇത് നമ്മുടെ ആക്സിലേറ്ററിൽ കാല് ഒരു പതിയെ വയ്ക്കുക. ഒരുപാട് ഇങ്ങനെ ആക്സിലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കൊടുക്കരുത്. ആക്സിലേറ്റർ ഒരുപാട് കൊടുക്കരുത്. പതിയെ നമ്മൾ ആക്സിലേറ്ററിൽ വെച്ചുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ മാറത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് മെല്ലെ വീണ്ടും പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. അപ്പോൾ വണ്ടി ഓഫ് ആകാതെ മുമ്പോട്ട് നീങ്ങുന്നത് കാണാം. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വണ്ടി മുമ്പോട്ട് എടുക്കാൻ. അതുപോലെ തന്നെ ആ എടുത്ത വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ ആദ്യമേ ക്ലച്ച് ചവിട്ടി അതിനുശേഷം വണ്ടി നേരെയാണോ എന്ന് നോക്കി ബ്രേക്കോടെ ചവിട്ടി നിർത്തുക. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ഒരു കാരണവശാലും ഇടാൻ ശ്രമിക്കരുത്, ഗിയർ ഇടാൻ ശ്രമിക്കരുത്. കാരണം ചിലപ്പോൾ ഇറക്കത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി മുമ്പോട്ട് ഉരുളാനോ അല്ലെങ്കിൽ കയറ്റത്താണെങ്കിൽ പുറമോട്ട് ഉരുളാനോ ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കയറിയ സമയം മുതൽ നമ്മുടെ ആ റൈറ്റ് കാല് ബ്രേക്കിൽ തന്നെ ഉണ്ടായിരിക്കണം. ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ മുമ്പോട്ട് എടുക്കുന്ന സമയം വരെ ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റരുത്. ബ്രേക്കിൽ തന്നെ കാല് വെച്ചുകൊണ്ട് മാത്രമേ എല്ലാം ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇപ്പോൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇട്ട് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ കാല് ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിലും കാലുണ്ട്. ഈ ഒരു ഇരിപ്പിനിരിക്കുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിറർ നോക്കുക. ഈ മിററിനകത്ത് നമ്മൾ നോക്കി വണ്ടി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ റൈറ്റ് കാല് മാറ്റുന്നു. നമ്മുടെ റൈറ്റ് കാലിരിക്കുന്നത് ബ്രേക്കിലാണ്. ആ ബ്രേക്കിൽ നിന്നുള്ള കാല് മാറ്റിയിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. മെല്ലെ എടുത്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ മെല്ലെ തന്നെ കാലെടുക്കുക. അപ്പം നിങ്ങളൊരു വണ്ടി മുമ്പോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ മെല്ലെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു അനക്കം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് വീണ്ടും എടുക്കരുത്. നിങ്ങൾ ആ താഴെ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ടോപ്പിൽ വരെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് എടുക്കാനുള്ള പേടിയെല്ലാം മാറി കിട്ടും. കറക്റ്റായിട്ട് വണ്ടി ഓഫ് ആകാതെ മുമ്പോട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് വന്നറിയിച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.